السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാന മുഅ്മിനായി മരിക്കാനും അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനികളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും പ്രദാനിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ മരണപ്പെട്ടു പോകുന്ന ആളുകൾ അവരുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ മരണത്തിന് തൊട്ടു മുമ്പ് അവരുടെ ആഗ്രഹം എന്തായിരുന്നു, അവരാരെ കാണാനാണ് ആഗ്രഹിച്ചത് എന്നൊക്കെ അറിയാൻ നമുക്കെല്ലാം താല്പര്യമുണ്ടാകും. പ്രത്യേകിച്ച് നമ്മളുമായി ഏറ്റവും അടുത്ത നമ്മുടെ ബന്ധുമിത്രാദികൾ മരിച്ചു പോകുമ്പോൾ അവരുടെ ആഗ്രഹവും അവർ കാണാൻ ആഗ്രഹിച്ചത് ആരെ എന്നൊക്കെ അറിയാനുള്ള വലിയ താല്പര്യം നമുക്കുണ്ടാകും. പക്ഷെ അവരാരും തിരിച്ചു വരാത്തതുകൊണ്ട് തന്നെ നമുക്കത് അറിയാനുള്ള വഴിയുമില്ല. ഇതറിയാൻ കഴിയുമോ എന്ന് ശാസ്ത്രലോകം നാളുകളായി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ 2016 അവർക്ക് യാദർച്ഛികമായി അതിനൊരു റിസൾട്ട് കിട്ടി. 2016 ഒരു കനേഡിയനായ 87 വയസ്സുള്ള ഒരു വൃദ്ധനെ, അദ്ദേഹം ഫിക്സ് രോഗിയാണ്. ആ രോഗവുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ വേണ്ടി EEG ടെസ്റ്റ് നടത്തുമ്പോൾ, EEG ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് ECG നടത്തും പോലെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ അറിയാനുള്ള ടെസ്റ്റാണ് EEG എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് ഡോക്ടർമാരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാന നിമിഷം സംഭവിച്ചു. പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായി. ഈ 87-കാരൻ മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയം നിലച്ചതിന് ശേഷം തലച്ചോറിന്റെ കോശങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഉണ്ടായ അദ്ദേഹത്തിന്റെ ഏതാനും സെക്കൻഡ് നേരത്തെ തലച്ചോറിന്റെ ചിന്തകൾ ഈ EEG-യിൽ രേഖപ്പെടുത്തപ്പെട്ടു. അതായത് ഹൃദയം നിലച്ചതിന് ശേഷം, ഹൃദയം നിലയ്ക്കുന്നതിന് മുമ്പ് 30 സെക്കൻഡും ഹൃദയം നിലച്ച് തലച്ചോറിന്റെ കോശങ്ങൾ ഡെഡാകുന്നതിന് മുമ്പുള്ള ഒരു 30 സെക്കൻഡും അവർ EEG-യിൽ നിന്നും രേഖപ്പെടുത്തിയ ആ റിസൾട്ട് പരിശോധിക്കുമ്പോൾ ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞൊരു കാര്യം, ഈ മനുഷ്യന്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ ജീവിതാന്ത്യം വരെയുള്ള വളരെ പ്രധാനപ്പെട്ട ജീവിത നിമിഷങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കൺമുന്നിലൂടെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ മിന്നിമറഞ്ഞു എന്ന് ശാസ്ത്രം കണ്ടെത്തി. ജീവിതത്തിലെ പ്രധാനപ്പെട്ട അനുഭവങ്ങളെല്ലാം അദ്ദേഹം ഒരു ഈ സെക്കൻഡുകൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ മുന്നിലൂടെ ഇങ്ങനെ കടന്നുപോയി എന്നാണ്. അത് അദ്ദേഹം മരിച്ചുപോയി. ശാസ്ത്രലോകം അത് കണ്ടെത്തിയത് മനുഷ്യന്റെ ബ്രെയിൻ, ആ ബ്രെയിനിനെ ന്യൂറോ വികരണങ്ങൾ എന്ന പേരിൽ 6 വികരണങ്ങൾ ഉണ്ടാകും. ആ വികരണങ്ങളിൽ നിന്നുമാണ് അവർ ഈ പഠനം നടത്തിയത്.
ആൽഫേറ്റിക് വികിരണങ്ങൾ, അതുപോലെ ബീറ്റോ വികിരണങ്ങൾ, ഗ്യാമ വികിരണങ്ങൾ, ഇങ്ങനെ 6 വികിരണങ്ങൾ മനുഷ്യന്റെ ബ്രെയിനിനുണ്ട്. ഇതിന് 6 പ്രത്യേകതകളുണ്ട്. ഇതിൽ ഗാമ വികിരണങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ പഴയ കാര്യങ്ങളെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പാർട്ടാണ്. അതവർ വായിച്ചെടുത്തിട്ട് മനസ്സിലാക്കിയത് ഈ മനുഷ്യൻ തന്റെ അവസാന നിമിഷത്തിൽ തലച്ചോറിന്റെ കോശങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ പ്രധാനപ്പെട്ട ജീവിത നിമിഷങ്ങളെല്ലാം അയാൾ കണ്ടിട്ടുണ്ട് എന്നാണ്. നമ്മൾ വിശ്വസിക്കുന്നുണ്ട് സ്വർഗ നരകങ്ങൾ കണ്ടിട്ടാണ് എല്ലാവരും ഇവിടെ നിന്ന് പോകുക എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ശാസ്ത്ര കണ്ടുപിടുത്തം, അമേരിക്കയിലെ ഒരു പറ്റം ശാസ്ത്രജ്ഞന്മാർ ആത്മഹത്യക്ക് ശ്രമിച്ച് പരാജയപ്പെട്ട 7 ആളുകളെ കുറിച്ച് പഠനം നടത്തി. മരണത്തെ മുഖാമുഖം കണ്ടു, പക്ഷെ അവർ രക്ഷപ്പെട്ടു. ഈ 7 പേരെ പല സന്ദർഭങ്ങളിലായി അവരോട് ചോദിച്ചു, നിങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ട സമയത്ത് നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത്? 7 പേരും പറഞ്ഞ കാര്യം, ഞങ്ങൾ പിണങ്ങി നിൽക്കുന്ന ആളുകളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു എന്നാണ് 7 പേരും പറഞ്ഞത്. ജീവിതത്തിൽ പിണങ്ങി നിന്ന് അവസാനം അവരോട് പിണങ്ങി ഈ ലോകത്തോട് വിട പറയേണ്ടി വന്ന ആളുകളെ ഒന്ന് കൺമുമ്പിൽ കണ്ടാൽ കൊള്ളാം, അവരോടൊന്ന് ഇണങ്ങിയാൽ കൊള്ളാം എന്ന ആഗ്രഹമാണ് 7 പേർക്കും ഉണ്ടായത് എന്ന് 7 പേരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായി. ഈ 2 പഠനങ്ങളിൽ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്കൊരു ഹദീസ് പരിശോധിക്കാം. മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യത്തലിഉല്ലാഹു ഇലാ ഖൽഖിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15 രാത്രിയായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിലേക്ക് ഇങ്ങനെ നോക്കും. ശഅബാൻ 15 രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് അസ്തമിച്ച് വരുന്ന രാത്രിയാണ്. നാളെയാണ് ശഅബാൻ 15. ഈ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിലേക്ക് നോക്കും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി. അവന്റെ സൃഷ്ടികൾക്കെല്ലാം അല്ലാഹു പാപമോചനം കൊടുക്കും, എല്ലാവർക്കും. ഇല്ലാലി മുശ്രിക്കിൻ, മുശ്രിക്കിനൊഴികെ, വശാഹീനിൻ, പിണങ്ങി നിൽക്കുന്നവർക്കും ഒഴികെ. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാത്ത 2 ആള്, ഒന്ന് മുശ്രിക്കാണ്, മറ്റൊന്ന് പിണങ്ങി നിൽക്കുന്ന ആളുകളാണ്. ഈ ഹദീസ് ഇമാം തബറാനി ഉദ്ധരിക്കുന്നുണ്ട്. അൽബാനി അടക്കം ഇത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കും തള്ളിക്കളയാൻ കഴിയാത്തൊരു ഹദീസാണ്. മറ്റൊരു ഹദീസ്, ഉസാമ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ലം അറാക തസൂമു ഷഹ്റൻ. നബിയെ, ശഅബാനിൽ അങ്ങ് നോമ്പ് പിടിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും സുന്നത്ത് നോമ്പ് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എന്താണ് കാരണം? നബി ശഅബാൻ മാസം ധാരാളം സുന്നത്ത് നോമ്പ് പിടിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങ് ധാരാളമായി ഈ മാസത്തിൽ സുന്നത്ത് നോമ്പ് പിടിക്കുന്നെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് ഷഹ്റുൻ തുർഫഉൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. പടച്ചതമ്പുരാനിലേക്ക് മനുഷ്യന്റെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ. നോമ്പുകാരനായിരിക്കുന്ന അവസ്ഥയിൽ എന്റെ അമല് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ശഅബാൻ മാസത്തിൽ ധാരാളമായി ഞാൻ നോമ്പ് പിടിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പം അമലുകൾ ഉയർത്തപ്പെടുന്നൊരു മാസമാണ് ശഅബാൻ, പരിശുദ്ധ റമദാനിന്റെ മുന്നോടിയായിട്ടുള്ള ഈ മാസം. അമലുകൾ ഉയർത്തപ്പെടുന്നത് 3 രീതിയിലാണ്. യൗമിയായിട്ട്, ദിനേന, എല്ലാ ദിവസവും അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്, രാവിലെയും വൈകുന്നേരവും. ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നുണ്ട്, എല്ലാ തിങ്കളാഴ്ചയും അല്ലെ വ്യാഴാഴ്ചയും അമലുകൾ ഉയർത്തപ്പെടും. വർഷത്തിൽ അമൽ ഉയർത്തപ്പെടുന്നത് ശഅബാനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, യൗമുൽ ഖമീസി വ യൗമുൽ ഇസ്നൈനി, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അമലുകളെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് വെളിവാക്കപ്പെടും. മലക്കുകൾ അള്ളാഹുവിന്റെ മുന്നിൽ പടപ്പുകളുടെ അമലുകൾ പ്രദർശിപ്പിക്കും. ഫയഗ്ഫിറു ജമീഇ ഖൽഖിഹി, എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലാലി മുശ്രിക്കിൻ, മുശ്രിക്കിനൊഴികെ, പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കൊഴികെ. അല്ലാഹു പറയും, അൻദുറു ഹാദൈനി,
പിണങ്ങി നിൽക്കുന്നവരുടെ അമലുകൾ മാറ്റിവെക്കൂ ഹത്താ യസ്തലിഹ, അവർ തമ്മിൽ സുൽഹാകട്ടെ, അന്നത്തും നോക്കാമെന്ന് വാർത്ത. വേറൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട്, ശഅബാൻ മാസം ഷഹ്റുൻ യഗ്ഫുലുന്നാസു, ജനങ്ങൾ അശ്രദ്ധമാകുന്നൊരു മാസമാണ്. റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമാകുന്നൊരു മാസമാണ് ശഅബാൻ എന്ന് മറ്റൊരു ഹദീസിലുമുണ്ട്. ഈ ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന് വൈകുന്നേരം നമുക്ക് സമാഗതമാകാനിരിക്കുന്ന ശഅബാൻ 15 രാത്രി, അതീവ മഹത്തരമായ രാത്രിയുടെ പുണ്യം ലഭിക്കാത്ത 2 വിഭാഗം ആളുകൾ. ഒന്ന് മുശ്രിക്കാണ്, നമ്മളാരും മുശ്രിക്കുകളല്ല. എന്നാൽ നമ്മളിൽ ഉണ്ടാകാനുള്ള മറ്റൊരു ഗുരുതരമായ തെറ്റ് പിണക്കം, വഴക്ക്, ചെണ്ട എന്നുള്ളതാണ്. പരസ്പരമുള്ള പക, അസൂയ, വിദ്വേഷം. ഇത്തരക്കാരാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാത്ത രണ്ടാമത്തെ വിഭാഗം. അള്ളാഹു പറയും, അസൂയയുള്ളവരെ, പകയുള്ളവരുടെ അമലുകൾ മാറ്റിവെക്കൂ, അവരുടെ പക തീരട്ടെ, എന്നിട്ട് അവരുടെ അമല് പരിശോധിക്കാമെന്ന് അള്ളാഹു തആല പറഞ്ഞ് അമലുകൾ മാറ്റിവെക്കും. അവർക്ക് മഗ്ഫിറത്തില്ല. ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും മഗ്ഫിറത്ത് ലഭിക്കാത്തൊരു വിഭാഗമാണ് പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകൾ, പരസ്പരം വഴക്കിൽ ആയി നിൽക്കുന്ന ആളുകൾ. ഒരിക്കലും അവർക്ക് മഗ്ഫിറത്ത് ലഭിക്കില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശാസ്ത്രീയമായ പഠനങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ടത്. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവന്റെ അവസാനത്തെ ആഗ്രഹം, ഞാൻ ആരുമായിട്ടാണോ പിണങ്ങി നിൽക്കുന്നത് അവനെ ഒന്ന് കാണണം, അവനെ ഒന്ന് ഇണങ്ങണം എന്നതാണ് മനുഷ്യന്റെ ആഗ്രഹമെന്ന് ശാസ്ത്രലോകം ഈ നിലയ്ക്ക് തെളിയിക്കുക കൂടി ചെയ്യുമ്പോൾ എത്ര സത്യമാണ് ഈ കാര്യം. അതുകൊണ്ട് ശഅബാൻ 15 രാത്രിയുടെ മഹത്വങ്ങൾ തേടിക്കഴിയുന്ന ആളുകൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പിണക്കങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ, 3 വിഭാഗം ആളുകളുണ്ട്. ലാ തുർഫഉ സലാത്തുഹും ഫൗക റൂസിഹിം ശിബ്റ, അവരുടെ നമസ്കാരം തലയുടെ മുകളിലേക്ക് ഒരു ചാൺ പോലും ഉയരുകയില്ല. ആകാശത്തേക്കെന്നല്ല, ഒരു ചാൺ പോലും ഉയരാത്ത 3 ആളുകളുണ്ട്. റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ, ഒരു വിഭാഗത്തിന് ഇമാമ് നിൽക്കുന്ന ഇമാമാണ്, ജനങ്ങൾക്ക് അദ്ദേഹത്തോട് ഇഷ്ടമില്ല, എന്നിട്ടും അദ്ദേഹം ഇമാമ് നിൽക്കുന്നു. 2 വംറഅത്തുൻ, ഒരു പെണ്ണാണ്, അവൾ അവളുടെ ഭർത്താവിനോട് പിണങ്ങി രാത്രി താമസിച്ചു, അവൾക്കും ഇത് ലഭിക്കില്ല. 3ാമത് പിണങ്ങിക്കഴിയുന്ന 2 ആളുകൾ, വഹവാനി മുത്തസാരിമാനി, പിണങ്ങിക്കഴിയുന്ന 2 ആളുകൾ, ഇവർക്കും അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അള്ളാഹുവിന്റെ മർഹമത്ത് ലഭ്യമല്ല. അതുകൊണ്ട് വളരെ പ്രധാനമായി പരിശുദ്ധ റമദാനിന്റെ മുന്നോടിയായി നമുക്ക് വന്നിരിക്കുന്ന ഈ പരിശുദ്ധമായ ശഅബാനിൽ, നാം കാത്തിരിക്കുന്ന ശഅബാൻ 15 പുണ്യമായ രാത്രിയിൽ അതിന്റെ മഗ്ഫിറത്തും മർഹമത്തും നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരോടുള്ള പിണക്കങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. നാളെ സ്വർഗം ലഭിക്കുന്നത് ആർക്കാണ്? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ശുദ്ധമായ ഹൃദയത്തോടെ പടച്ചവന്റെ അടുക്കൽ വരുന്നവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ. ഹൃദയം ശുദ്ധമല്ലാത്ത ഒരാൾക്കും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ഹൃദയത്തിൽ പകയുള്ളവർ, ശത്രുതയുള്ളവർ, മറ്റുള്ളവരോട് വൈരാഗ്യം വച്ചു പുലർത്തുന്നവർ, അവർക്കൊന്നും അള്ളാഹുവിന്റെ സ്വർഗം ലഭ്യമേ അല്ല. ഹൃദയം ശുദ്ധമാകണം. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന ഒരു സദസ്സിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുന്നുണ്ട്, യദ്ഖുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇപ്പോൾ ഈ സദസ്സിലേക്ക് ഒരാൾ കടന്നു വരും, അദ്ദേഹം സ്വർഗവാസിയായിരിക്കും. സഹാബാക്കൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ വരുന്ന മനുഷ്യനെ. ഒരാൾ ഒളു ചെയ്ത് ചെരുപ്പെല്ലാം 2 കൈ പിടിച്ച് ആ ഒളുവിന്റെ വെള്ളം ഇങ്ങനെ ഈ താടിയിൽ നിന്നും ഇറ്റി വീഴുന്ന അവസ്ഥയിൽ ഒരാൾ കയറി വന്നു. സഹാബത്തിന് ബോധ്യമായി ഇദ്ദേഹമാണ് റസൂൽ ഉദ്ദേശിച്ചത്, അദ്ദേഹം സ്വർഗാവകാശിയാണ്. 3 പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നുണ്ട് 3 ദിവസങ്ങളിൽ. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ ആ മനുഷ്യന്റെ ഇബാദത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടി 3 ദിവസം. 3 ദിവസം ഞാൻ അദ്ദേഹത്തെ പരിശോധിച്ചു, അദ്ദേഹത്തിന്റെ ഇബാദത്തുകൾ അന്വേഷിച്ചു. പക്ഷെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല, ഞങ്ങൾ ചെയ്യും പോലെ തന്നെ. പക്ഷെ രാത്രി സമയം അദ്ദേഹം മറിഞ്ഞും തിരിഞ്ഞും കിടക്കുമ്പോ ദിക്ർ ചെല്ലാറുണ്ട് എന്നതല്ലാതെ ഒരു പ്രത്യേകതയും ഞാൻ അദ്ദേഹത്തിൽ കണ്ടില്ല. 4ാം ദിവസം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ കാരണം നിങ്ങളെക്കുറിച്ച് 3 പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗാവകാശിയാണെന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു. എന്ത് അമലാണ് നിങ്ങളിൽ ഉള്ളത് പ്രത്യേകിച്ച് എന്നറിയാനാണ് ഞാൻ വന്നത്, അതിനാണ് ഞാൻ ഇവിടെ രാത്രി താമസിച്ചത്. അപ്പൊ ആ സഹാബി പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം നിങ്ങളെപ്പോലെ തന്നെയുള്ളൂ.
അത് തന്നെ. അങ്ങനെ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പോകാൻ നേരത്തെ സഹാബി തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, പ്രത്യക്ഷത്തിൽ നിങ്ങളെ പോലെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, എങ്കിലും എന്റെ ഉള്ളിലൊരു മനസ്സുണ്ട്. എന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഒരാളോടും വിരോധമില്ല, ഒരാളോടും ശത്രുതയില്ല, ആരോടും പകയില്ല, അങ്ങനെയുള്ളൊരു മനസ്സെനിക്കുണ്ട് എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാണ് നിന്നെ സ്വർഗത്തിൽ കടത്താൻ കാരണം, അതാണ് ഞങ്ങൾക്ക് പ്രയാസകരമായ കാരണവും. അതുകൊണ്ട് മനസ്സ് വിദ്വേഷം വെച്ചു പുലർത്തുന്ന ആളുകൾ, മനസ്സിൽ പകയും ശത്രുതയും ഒക്കെ വച്ചു പുലർത്തുന്ന ആളുകൾ, പരസ്പരം പിണങ്ങിക്കഴിയുന്ന ആളുകൾ ഒരിക്കലും പടച്ചതമ്പുരാന്റെ സ്വർഗത്തിലേക്ക് അവർക്ക് കടക്കാൻ കഴിയില്ല. അവർക്കിട്ട് മഗ്ഫിറത്ത് ലഭിക്കുകയില്ല, ഏത് പുണ്യരാത്രികൾ വന്നാലും. അതുകൊണ്ട് പരസ്പരം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം. മനുഷ്യരാണ്, പിണങ്ങേണ്ടി വന്നേക്കാം. ഏത് പിണക്കവും മരണത്തിനും അവസാനിപ്പിക്കണം. മരിച്ചു കഴിഞ്ഞിട്ട് മുഖം കാണാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നതിനേക്കാൾ നല്ലത്, മയ്യത്തിന്റെ മുഖം കാണാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നതിനേക്കാൾ നല്ലത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെന്നിട്ട് സോറി പറയല, ക്ഷമിക്കെന്ന് പറയണം. ഇംഗ്ലീഷുകാരെ കണ്ടുപിടിച്ച ഏറ്റവും നല്ല വാക്കാണ് സോറി. ഒരു തെറ്റുപറ്റിയ ക്ഷമിക്കെന്ന് പറയുക. അങ്ങനെ പറയുമ്പോഴോ ക്ഷമിച്ചു കൊടുക്കാനുള്ള ഒരു വിശാല മനസ്സ് നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനി ഇത്തദറയില അഖീഹി, ഒരാൾക്ക് തെറ്റുപറ്റി സോറി പറഞ്ഞു ക്ഷമ പറഞ്ഞിട്ട് ക്ഷമിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ കാന അലൈഹി മിസ്ലു ഖത്തിഅത്തി സാഹിബ് മുഖ്സിൻ, ചുങ്കം പിരിക്കുന്നവൻ എത്ര കുറ്റമാണോ അത്ര വലിയ കുറ്റമാണ് ഇവനുള്ളത്. അപ്പൊ നമ്മളോട് ഒരാൾ ക്ഷമ ചോദിക്കുമ്പോൾ നമ്മൾ ക്ഷമിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം, പുറത്തു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ ചുങ്കം പിരിക്കുന്നവനെ പോലെ ഗുരുതരമായ തെറ്റാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വിശുദ്ധ റമദാനിന്റെ മുന്നിൽ നമുക്ക് ചെയ്യാനുള്ളത് സാമൂഹിക ബന്ധങ്ങളെ നന്നാക്കി തീർക്കുക എന്നുള്ളതാണ്. നമ്മുടെ മാതാപിതാക്കളുമായി, നമ്മുടെ അയൽവാസികളുമായി, നമ്മുടെ കുടുംബങ്ങളുമായി എവിടെയെല്ലാം നമുക്ക് പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ പിണക്കങ്ങളെല്ലാം ഇണക്കി ചേർക്കുക. പല വീടുകളും സഹോദരങ്ങൾ തമ്മിൽ പോലും സംസാരിക്കാത്ത അവസ്ഥയുണ്ട്. അവസാനം മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോഴാണ് ഇണക്കം തുടങ്ങുക. ഈ നാണം കെട്ട ഏർപ്പാടിന് നിൽക്കണോ? എപ്പോഴാണ് മറിഞ്ഞു വീഴുക എന്നറിയില്ല. പിണങ്ങിയിട്ടുണ്ടെങ്കിൽ സലാം പറഞ്ഞ് ഇണങ്ങാൻ വേണ്ടി ശ്രമിക്കും. ഞാനൊരു ദിവസം ഒരു സഹോദരൻ PMCയിലെ ഉമ്മയെ അഡ്മിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, ഉമ്മയ്ക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചു. ഉമ്മാക്ക് അസുഖമൊന്നുമില്ല, പക്ഷെ ഉമ്മാക്ക് മക്കളെയൊക്കെ ഒന്ന് കാണണം എന്ന് ആഗ്രഹം. ഏറ്റവും ഇളയ മകന്റെ വീട്ടിലാണല്ലോ ഉമ്മ താമസിക്കുക. ആ മകന്റെ വീട്ടിലേക്ക് മറ്റുള്ളവർ വരൂല, മറ്റുള്ള സഹോദരങ്ങളുമായി പിണക്കത്തിലാണ്. അപ്പൊ ഉമ്മയ്ക്ക് ഈ മക്കളെ കാണണമെങ്കിൽ PMCയിൽ അഡ്മിറ്റ് ചെയ്യണം. അപ്പൊ PMCയിലേക്ക് എല്ലാ മക്കളും വന്നുകൊള്ളും. ഇതാണ് അവസ്ഥ എങ്കിൽ പടച്ചോനാണ് സത്യം, ഒരു ലൈലത്തുൽ ഖദറും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല, ഒരു റമദാനിന്റെ പുണ്യം ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കളുമായി തെറ്റിയവരുണ്ടെങ്കിൽ, ഉമ്മയെ വാപ്പയും പിണക്കിയവരുണ്ടെങ്കിൽ, അവരുമായുള്ള ബന്ധം മോശമാണെങ്കിൽ അസ്തമയം വരെ സമയമുണ്ട്, അതിനുമുമ്പ് അവരുമായി പൊരുത്തപ്പെടിപ്പിക്കുക. അയൽവാസികളുമായുള്ള ബന്ധം നന്നാക്കി തീർക്കുക, കുടുംബക്കാരുമായി നല്ല ബന്ധത്തിലാക്കി തീർക്കുക. സ്വാഭാവികമായി മനുഷ്യർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ, ഒരു കമ്മിറ്റിയിൽ പ്രവർത്തിക്കുമ്പോൾ, ഒരു കൌൺസിലിൽ പ്രവർത്തിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എല്ലാവരും എന്റെ അഭിപ്രായം സ്വീകരിച്ചോളണമെന്നൊന്നുമില്ല, സ്വാഭാവികമാണത്. ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യനാണ് യൂനുസ്. യൂനുസുമായി ഇമാം ഷാഫി ഒരിക്കൽ ഒരു ചെറിയ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഇമാം ഷാഫിയുടെ അഭിപ്രായം യൂനുസ് സ്വീകരിച്ചില്ല. ആ ക്ലാസ്സിൽ നിന്നും യൂനുസ് ഇറങ്ങിപ്പോയി. ശിഷ്യൻ ഉസ്താദിന്റെ ക്ലാസ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. അന്ന് രാത്രി യൂനുസിന്റെ വാതിലിൽ വന്ന ഒരാൾ മുട്ടി. യൂനുസ് ചോദിച്ചു, ആരാണത്? പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, ഇത് മുഹമ്മദ് ബിൻ ഇദ്രീസാണ്. യൂനുസ് മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന പേരുള്ള ഇമാം ഷാഫി അല്ലാത്ത എല്ലാവരെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വാതിൽ തുറന്നു നോക്കുമ്പോ തന്റെ മുന്നിൽ നിൽക്കുന്നത് തന്റെ ഗുരുനാഥനായ ഇമാം ഷാഫിയാണ്. ഇമാം ഷാഫി യൂനുസിനോട് പറഞ്ഞു, യൂനുസേ, നമ്മൾ തമ്മിൽ നൂറുകണക്കിന് വിഷയങ്ങളിൽ യോജിച്ചിട്ടുണ്ട്. ഒരു വിഷയത്തിൽ നമ്മൾ തമ്മിൽ വിയോജിച്ചു, അതിന്റെ പേരിൽ ഇങ്ങനെ പിണങ്ങിപ്പോകരുത്. നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കണം. ഒരു പാലമിട്ടത് ഞാൻ അങ്ങോട്ട് വരാനും നിനക്ക് ഇങ്ങോട്ട് വരാനുമാണ്, പാലം നീ പൊളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശിഷ്യനെ ഇമാം യൂനുസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ആ പിണക്കം അവസാനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ, ഒരു കമ്മിറ്റിയിൽ, ഒരു സംഘടനയിൽ, ഒരു കൌൺസിലിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ എന്റെ അഭിപ്രായം മാത്രം സ്വീകരിക്കപ്പെടണം എന്നുള്ള വാശി ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിപ്പോയാൽ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനും മരണത്തിന് മുമ്പ് എല്ലാവിധ പിണക്കളും അവസാനിപ്പിച്ച് ഹൃദയത്തെ ശുദ്ധമാക്കാനും ശ്രമിക്കണം.
പരിശുദ്ധമായ റമദാൻ തഖ്വയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ എന്നാ പറഞ്ഞത്. തഖ്വ എവിടെയാണ്? തഖ്വ മനസ്സിലാണ്. തഖ്വ തൊപ്പിയിലല്ല, തഖ്വ താടിയിലല്ല, തഖ്വ നീളം കൂടിയ കുപ്പായത്തിലല്ല. അത്തഖ്വ ഹാഉന, തഖ്വ മനസ്സിലാണെന്ന് അള്ളാഹുവിന്റെ റസൂല് മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ചൂണ്ടി പറയുന്ന രംഗമുണ്ടല്ലോ. ഹൃദയം തഖ്വയുള്ളതാകണമെങ്കിൽ ഹൃദയം ശുദ്ധമായി തീരണം. പകയില്ലാത്ത, ശത്രുതയില്ലാത്ത, വിരോധമില്ലാത്തൊരു മനസ്സായി നമ്മുടെ മനസ്സ് മാറണം. അപ്പോഴാണ് ഏത് പുണ്യരാത്രിയും നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉപകാരപ്പെടുക, വിശുദ്ധമായ റമദാൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടതായിട്ട് മാറുക. അതുകൊണ്ട് പരസ്പരമുള്ള ബന്ധങ്ങൾ, മാതാപിതാക്കളുമായി, മക്കളുമായി, അയൽവാസികളുമായി, സഹോദരങ്ങളുമായി, ആരെല്ലാമായിട്ടുള്ള നമ്മുടെ ബന്ധം മോശമാണോ ആ ബന്ധങ്ങളൊക്കെ നന്നാക്കി തീർത്തുകൊണ്ട് ഈ വിശുദ്ധ റമദാനിനെ, ഇന്ന് വരാനിരിക്കുന്ന വിശുദ്ധമായ രാവിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. ആ നിലക്കുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ രാവിന്റെ ബറക്കത്തുകൾ അള്ളാഹു നമുക്ക് നൽകി എല്ലാ നിലക്കും നമ്മളെ അള്ളാഹു പരിശുദ്ധരായി സ്വീകരിക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനുള്ള നല്ലൊരു മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനിക്കുമാറാകട്ടെ. വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.